നമസ്കാരം. 2025 ഡിസംബർ 21 മുതൽ ഡിസംബർ 27 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. സുഖം, മനസ്സമാധാനം, ശരീരസുഖം, കുടുംബത്ത് ഐക്യവും സമാധാനവും ഉണ്ടാകുന്നതാണ്. രോഗശമനം, ശത്രുശല്യം കുറയുന്നതിനും ശാരീരികമായും മാനസികമായും സുഖവും അനുഭവപ്പെടുന്നതാണ്. വസ്ത്രാഭരണാദി നേട്ടം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകും. ഈ ആഴ്ചയിൽ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ധനച്ചിലവുകളും ദൂരദേശ യാത്രകളിൽ അലച്ചിലുകളും ഉണ്ടാകാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറവ് അനുഭവപ്പെടുന്നതാണ്. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകാനിടയുണ്ട്. കാൽപാദങ്ങൾക്ക് വേദന, നെഞ്ചെരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി, ബിസിനസ്സിൽ പുരോഗതി എന്നിവ ഉണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും. ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പ്രണയിതാക്കൾക്കും യോജിച്ചു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ദൈവാധീനം വേണ്ടുവോളമുള്ള സമയമാകയാൽ ഭാഗ്യവർദ്ധനവ്, കർമ്മരംഗത്ത് പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുന്നതാണ്. കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ശാരീരിക ക്ലേശങ്ങളും അലച്ചിലുകളും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും ഇടയാകും. അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുകയും ഓം നമഃശിവായ 108 നിത്യവും ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. അമിത ജോലിഭാരം ഉണ്ടാകുന്നതിനും പരിശ്രമത്തിനനുസരിച്ച് ഫലമുണ്ടാകാതിരിക്കാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വിദേശ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ്. സഹോദര ഗുണം, ബന്ധുസമാഗമം, സുഹൃത്ത് സമാഗമം എന്നിവയും പ്രതീക്ഷിക്കാം. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നതുമാണ്. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ കുടുംബത്ത് ചില സുഖക്കുറവുകൾ അനുഭവപ്പെടുന്നതാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ കുറയും. ശത്രുശല്യം കുറയും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. ഉദരവ്യാധികളും മറ്റ് രോഗങ്ങളും അലട്ടാം. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. മഹാദേവന് ധാര സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ശത്രുശല്യം കുറയുന്നതിനും കടബാധ്യതകൾ വീട്ടി തീർക്കാനും ആകും. നല്ല ആരോഗ്യം, ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുകയും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയും ചെയ്യും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് നല്ല ഫലങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. സാമ്പത്തിക വർധനവ് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാനാകും. ബിസിനസ് രംഗം വിപുലപ്പെടുത്താനും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസവും നേരിടുന്നതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് കർമ്മരംഗത്തു നിന്നും ബിസിനസ് രംഗത്തു നിന്നും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും.
അമ്മയുടെ സഹായം പ്രതീക്ഷിക്കാം. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടാം. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകുന്നതിനും ഇടയാകും. അവരുമായി വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പ്രണയിതാക്കൾക്കും അപ്രകാരം തന്നെ. മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിനും അനാരോഗ്യങ്ങൾക്കും ഇടയാകും. ഉദരക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. മഹാദേവന് പിൻവിളക്ക്, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്യുക. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ നന്നേ ബുദ്ധിമുട്ടും. എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. കുടുംബത്ത് സുഖക്കുറവും മാതൃക്ലേശങ്ങളും അനുഭവപ്പെടാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. തീർത്ഥാടനങ്ങളും ഉണ്ടായേക്കാം. നെഞ്ചരിച്ചിൽ, ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും അംഗീകാരവും പേരും പ്രശസ്തിയും ഉണ്ടാകും. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടന്നു കിട്ടുന്നതാണ്. കേസുകളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ അവ ഒത്തുതീർപ്പാകും. വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. സുഹൃത് ഗുണം, ബന്ധുഗുണം, വാക്കുകളിൽ മിതത്വം എന്നിവ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോകും. ശത്രുവിജയം, സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാകും. ശ്വാസമുട്ട്, നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നാഗങ്ങൾക്ക് നൂറും പാലും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതിനാൽ ചെറിയ തടസ്സങ്ങളിൽ നിന്നും മോചനമുണ്ടാകും. പ്രതിസന്ധികളിൽ നിന്നും കാര്യസാധ്യവും ഉണ്ടാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നുചേരും. കർമ്മരംഗത്ത് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വാക്കുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. മാനസിക ക്ലേശങ്ങളും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാകാം. കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊണ്ടവേദന, പനി എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര ധാരണ ഉണ്ടാകുന്നതാണ്. ജീവിത പങ്കാളിയുമായും ബിസിനസ് മേഖലയിലും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി, ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. അലച്ചിലുകളും ധനച്ചിലവുകളും ഉണ്ടായേക്കാം. ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ലൗകിക സുഖം, പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അസംതൃപ്തി ഉണ്ടായേക്കാം. അലച്ചിലുകളും തീരുമാനങ്ങൾ എടുക്കാൻ ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ ഉണ്ടാകുന്നതിനും ദേഷ്യം, നിരാശ എന്നിവയും വന്നുചേരും. ശരീരത്തിന് ക്ഷീണം, രക്തദൂഷ്യങ്ങളും ഉണ്ടാകാനിടയുണ്ട്. മാനസിക സംഘർഷങ്ങളും കാര്യതടസ്സങ്ങളും ഉണ്ടായേക്കാം. ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും ഹരേ രാമ മന്ത്രം നിത്യേന ജപിക്കുകയും ചെയ്യുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കാനാകും.
സർവകാര്യ വിജയം, സാമ്പത്തിക അഭിവൃദ്ധി, സഹോദര ഗുണം, ബന്ധുഗുണം എന്നിവ ഉണ്ടാകും. സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും സാമൂഹ്യപരമായും ഉണർവും ഓജസ്സും ഉണ്ടാകും. ചില തീരുമാനങ്ങൾ എടുക്കാൻ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കും. മാനസിക സംഘർഷങ്ങളും അലച്ചിലുകളും യാത്രാക്ലേശങ്ങളും ഉണ്ടായേക്കാം. അമിതമായ ധനച്ചിലവുകളും വന്നുചേരും. ഏതു പ്രതിസന്ധികളെയും നയപരമായി നേരിട്ട് വിജയിപ്പിച്ചെടുക്കാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരവൈഷമ്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. നാഗങ്ങൾക്ക് 100 പാലും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 3/4 ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും കർമ്മരംഗത്ത് അംഗീകാരം, മേലധികാരിയുടെ പ്രീതി എന്നിവ പിടിച്ചുപറ്റാനാകും. മുടങ്ങിക്കിടന്നിരുന്ന ആശയങ്ങൾക്ക് ഊർജമുണ്ടാകാം. ഭൂമി ക്രയവിക്രയം നടക്കാനിടയുണ്ട്. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാകും. ഭൂമി, വാഹനം, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനാകും. സുഹൃത് ഗുണം, ബന്ധുഗുണം, സഹോദര ഗുണം എന്നിവയും പ്രതീക്ഷിക്കാം. ബുദ്ധിപരമായ പല തീരുമാനങ്ങളും എടുക്കുന്നതാണ്. ഊഹക്കച്ചവടം, ലോട്ടറി ഭാഗ്യം എന്നിവയും ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊണ്ടവേദന, പനി, ഉദരവൈഷമ്യങ്ങൾക്കും സാധ്യതയുണ്ട്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ഗണപതി മന്ത്രം ഉരുവിടുന്നതും ഉത്തമമാണ്. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാനാകും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നത് വഴി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇറങ്ങി പുറപ്പെടും. ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകുന്നതാണ്. ശത്രുവിനെ പരാജയപ്പെടുത്തും. മേലധികാരിയുടെയും സഹപ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകും. എന്നാൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും വേണം. ശരീരത്തിന് ക്ഷീണം, പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുന്നതിനും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക.